ഈ അർജുൻ ആയങ്കി എന്ന് പറയുന്ന ഒരു CPM പ്രവർത്തകനുണ്ട്. പ്രവർത്തകൻ എന്നല്ല, അയാൾ CPMകാരുടെ ഒരു ഗുണ്ടയായിരുന്നു. ഈ അർജുൻ ആയങ്കി കോതമംഗലം പോലീസുമായിട്ട് കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് കോതമംഗലം പോലീസുമായിട്ടൊരു വലിയ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്. കോതമംഗലത്ത് ഒരു കല്യാണ പാർട്ടിയിൽ പങ്കെടുക്കാൻ വേണ്ടി, ഒരു സുഹൃത്തിൻ്റെ കല്യാണ പാർട്ടിയിൽ പങ്കെടുക്കാൻ വേണ്ടി അർജുൻ ആയങ്കിയും അദ്ദേഹത്തിൻ്റെ ഏതാനും സുഹൃത്തുക്കളും കൂടി വരുന്നു. അവരൊരു റിസോർട്ടിൽ ഇവർക്ക് എല്ലാവിധ സജ്ജീകരണങ്ങളും റെഡിയാക്കുന്നു. ഇവർ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ഡാൻസൊക്കെ കളിച്ച് സ്റ്റോറിയൊക്കെ സ്റ്റാറ്റസും ഒക്കെ ഇട്ട് നിൽക്കുമ്പോൾ കോതമംഗലം SHOയുടെ നേതൃത്വത്തിൽ പോലീസ് വന്ന് ഇവരെ തൂക്കിക്കൊണ്ടുവന്നു, കല്യാണ ചെറുക്കൻ അടക്കം. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയി എന്നൊരു സംഭവം, അതിനെ തുടർന്ന് തങ്ങൾക്ക് നേരിടേണ്ടി വന്ന വലിയ ദുരനുഭവങ്ങളും ചൂണ്ടിക്കാട്ടി ഈ അർജുൻ ആയങ്കി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നുണ്ടായിരുന്നു. അതിനകത്ത് ഈ കോതമംഗലം SHOയ്ക്കെതിരെ, പ്രശാന്ത് എന്നാണ് അയാളുടെ പേര്, അയാൾക്കെതിരെ വലിയ ഭീഷണിയൊക്കെ മുഴക്കിയുള്ളൊരു പോസ്റ്റായിരുന്നു. അപ്പോൾ അതിനെതിരെ ഈ അർജുനെതിരെ കേസ് എടുത്തു. അർജുൻ ഇപ്പോൾ ഒളിവിലാണ്. ഹൈക്കോടതി ഇയാളുടെ ജാമ്യാപേക്ഷ തള്ളുകയും ചെയ്തു. ഇയാളിപ്പോൾ കോടതിയെയും പോലീസിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റുകളുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അത് ഈ CA അദ്ദേഹം നിയമപരമായും കായികപരമായും നേരിടുമെന്നുള്ള തരത്തിലൊരു ഭീഷണി, അതായത് അതൊരു പക്ഷേ ചിലപ്പം കൊല്ലാം അല്ലെങ്കിൽ ആക്രമിക്കാം, മുറിവേൽപ്പിക്കാം, അത്തരത്തിലുള്ള ഒരു തരം ഭീഷണിയാണ് ഒളിവിലിരുന്നും ഇയാൾ ഭീഷണി മുഴക്കുന്നത്. അതിനകത്ത് അയാൾ പറയുന്നത് ഈ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ അവർ പറഞ്ഞ തീവ്രവാദിയെ പിടിച്ചുകൊണ്ട് പോകുന്നത് പോലെ പിടിച്ചുകൊണ്ട് പോയി എന്നാണ് അർജുൻ ആയങ്കി അവകാശപ്പെടുന്നത്. നിന്നെ പെൻഷൻ വാങ്ങിപ്പിക്കില്ല എന്നാണ് അതിനകത്ത് പറഞ്ഞത്. നിന്റെ സർവീസ് മുഴുമിപ്പിക്കാൻ അനുവദിക്കത്തില്ല, നിന്നെ പെൻഷൻ വാങ്ങിക്കത്തില്ല എന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പോലീസ് നടപടിയെ തുടർന്ന് ഈ കല്യാണം, ഇവർ പങ്കെടുക്കാൻ വന്ന കല്യാണം ഏതാണോ ആ കല്യാണം, അവൻ്റെ കല്യാണം മുടങ്ങിപ്പോയി. പയ്യൻ്റെ കല്യാണം മുടങ്ങിപ്പോയി. കാരണം അവനെ സഹിതമാണ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ഇവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പ്രണവ് എന്ന് പറഞ്ഞ് ഒരാൾ, അത് പേരെഴുതിയിട്ടുണ്ട് അതിനകത്ത്, പ്രണവ് എന്ന് പറഞ്ഞൊരു യുവാവ്, അയാൾക്കെന്തോ സീരിയസ് സർജറി ഏതാണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സർജറി മുടങ്ങി. പിന്നെ ഇവനാണെങ്കിൽ എല്ലാ കുറ്റകൃത്യവും നിർത്തി മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു സന്ദർഭം, കുടുംബജീവിതമൊക്കെ നയിച്ചു വരികയെന്ന്. അവൻ്റെ കുടുംബജീവിതം എല്ലാം താറുമാറായി. അതുകൊണ്ട് ഇനിയും നിന്നെ അങ്ങനെ സൂചിച്ചു വാഴാൻ വിടത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി ഇത് നല്ല വഴിയിൽ വന്നെന്നുള്ളത് അവന് സ്വയം അവകാശപ്പെടുന്ന ആണല്ലോ. അല്ലാതെ അതൊരു നമുക്ക് ഒരു കുറ്റവാളി ഞാൻ കുറ്റം ചെയ്തു എന്ന് തീർത്തു പറയുന്ന ഒരു സന്ദർഭം ഒരിക്കലും ഉണ്ടാവാറില്ല. അതെ, ഇദ്ദേഹത്തിന് അങ്ങനെ വന്നപ്പോൾ ഈ പോലീസിനെതിരായ ഭീഷണിയെ തുടർന്നാണ് ഇയാളുടെ ജാമ്യം നിഷേധിക്കുന്നത്. അപ്പം ഇയാൾ ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അതിതാണ്: ബലാത്സംഗം ചെയ്ത് ഗർഭിണിയാക്കി ഭീഷണിപ്പെടുത്തി ഗർഭം കലക്കിക്കുന്ന നാട് നീളെ പെണ്ണ് പിടിച്ച് കിടക്കുന്ന സ്ഥിരം ലൈംഗിക കുറ്റവാളി മാങ്കൂട്ടത്തിനൊക്കെ ജാമ്യം കിട്ടും. കള്ളക്കേസിൽപ്പെടുത്തി ജീവിതം താറുമാറാക്കിയ ഒരു പോലീസ് ഉദ്യോഗയുടെ പെൻഷൻ വാങ്ങാനാവാതിൻ്റെ കാക്കി അഴിപ്പിക്കും എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ ജാമ്യമില്ല, കുറ്റബോധവുമില്ല, കീഴടങ്ങലുമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അയാൾ എന്നിട്ട് ഈ SHOയുടെ ആണെന്ന് തോന്നുന്നു സംസാരിക്കുന്ന ഒരു വോയിസും പുറത്തു വന്നിട്ടുണ്ട്. അതായത്, നിങ്ങൾ തപ്പി നടക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ എന്തായാലും നിന്റെ മുമ്പിൽ വന്ന് കീഴടങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഒരു വാട്സപ്പ് വോയിസ് ഓഡിയോയാണ് നമ്മളത് കേട്ടിട്ടുള്ളത്. എല്ലടോ, ഞാൻ തന്നോട് പറഞ്ഞു ഞാൻ കീഴടങ്ങാനാണ് ഉദ്ദേശം. ഹൈക്കോടതി ഇതെല്ലാം തള്ളിയല്ല, ഞാൻ ഹാജരായി അതിൻ്റെ കാര്യങ്ങൾ നേരിടാൻ വന്നതായിരുന്നു എൻ്റെ ഉദ്ദേശം. ഞാൻ അതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് മെസ്സേജ് അയച്ചത്. അപ്പോൾ കീഴടങ്ങാൻ ഉദ്ദേശമുള്ള ഒരുത്തനാണ് നിങ്ങൾ അവൻ്റെ സുഹൃത്തുക്കളെ ലൊക്കേഷൻ നോക്കിയിട്ട് പോയിട്ട് പിടിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഞാൻ നിൻ്റെ പേര് പറഞ്ഞപ്പോൾ നീ അടുത്ത CI ആണെന്നാണ്, ഊന്നുകൽ സ്റ്റേഷനിലെ CI ആണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയത്. ഞാൻ അതാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാൻ നിന്നോട് കീഴടങ്ങാം, സ്റ്റേഷനിലേക്ക് വരാം എന്ന് പറഞ്ഞിട്ടും എനിക്കെന്നെ വന്ന് പിടിച്ചേ മതിയാവൂ എന്നുണ്ടെങ്കിൽ നീ എന്നെ വന്ന് പിടിക്കും. നീ ഇനി വന്ന് പിടിച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. ഞാൻ ഏതായാലും ഹൈക്കോടതിയിൽ ഞാൻ നിർത്തണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. ഞാൻ ഇനി ജാമ്യം എടുത്തിട്ടേ വരുന്നുള്ളൂ. അതിന് മുമ്പേ നിനക്ക് എന്നെ പിടിക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ നീ പിടിക്കും. മര്യാദയ്ക്ക് കീഴടങ്ങാന്ന് പറഞ്ഞ ഒരുത്തനാണ് വെറുതെ ചൊറിഞ്ഞിട്ട് നിൻ്റെ സഹപ്രവർത്തകൻ നിൻ്റെ ആളായിരിക്കും CI. എന്നെ വേണ്ടാത്ത കേസിലേ, അനാവശ്യമായിട്ടൊരു കേസിലേ എന്നെ എൻ്റെ സുഹൃത്തുക്കളെയും കൂട്ടിക്കൊണ്ടുപോയി 21 ദിവസം ജയിലിൽ കിടത്തിയ ആൾ നിൻ്റെ ആളായിരിക്കും. അപ്പോൾ അവന് കൊടുക്കേണ്ടതേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. കൊടുത്തിട്ടുമില്ല ഇതുവരെ. അത് കൊടുക്കും, അത് സമയമാകുമ്പോൾ ഞാൻ കൊടുക്കും. അപ്പോൾ എനിക്ക് അത്രത്തോളം അവനോട് ആത്മാർത്ഥത ഉണ്ടായിട്ടാണ് നീ എന്നെ പിടിക്കാൻ വേണ്ടി എൻ്റെ സുഹൃത്തുക്കളെ ലൊക്കേഷനും എടുത്തിട്ട് അവരുടെയൊക്കെ പോയി നിൽക്കുന്നുണ്ടെങ്കിൽ നിന്നെ കൊണ്ട് പിടിക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ നീ പിടിക്കും.
ഇനി ഞാനും അതേ സെറ്റപ്പ് തന്നെ. ഞാൻ മര്യാദയ്ക്ക് അതിനോട് പറഞ്ഞു കീഴടങ്ങുമല്ല ഹാജരാവാം. കീഴടങ്ങൽ എന്നുള്ളൊരു ഒരു പദപ്രയോഗം. ഹാജരാവാം ഞാൻ മര്യാദയ്ക്ക് എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്കെന്നെ പിടിച്ചേ മതിയാവുന്നുണ്ടെങ്കിൽ നീ പിടിക്കും, നീ എന്നെ കൊണ്ട് എന്നെ പിടിക്കാൻ വേണ്ടി പറ്റും, നീ പിടിക്കും. ഞാനിത് കുറച്ച് കാലമായി ഞാൻ പോലീസുകാർ കാണുന്നത് തുടങ്ങിയിട്ടു. നിൻ്റെ ബുദ്ധിക്കനുസരിച്ച് എനിക്ക് എന്നെ പിടിക്കാൻ വേണ്ടി പറ്റും, നീ പിടിക്കും. അല്പമെങ്കിലും മാന്യമായിട്ട് കൈകാര്യം ചെയ്യടാ. ഒരു തെണ്ടി കാക്കി കുപ്പായി വിട്ടിട്ട് കുറച്ച് ആൾക്കാരെ ജീവൻ നശിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് ഒരാളൊരു വികാരപ്രകടനം നടത്തിയതിന് എനിക്ക് സഹപ്രവർത്തനമുള്ള സ്നേഹം ആത്മാർത്ഥമായിട്ട് വരിഞ്ഞൊഴുകുന്നുണ്ടെങ്കിൽ നീയും അതേ സ്വഭാവത്തിനാണ്. നീയും ആ കാക്കി യൂണിഫോം ഇടാൻ വേണ്ടി അർഹനല്ല എന്നതിൻ്റെ അർത്ഥം കേട്ടാ. ആ ഒരു തെണ്ടിക്ക് വേണ്ടിയിട്ട് നീ ഒന്നും വല്ലാണ്ട് പണിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല. എന്താണെങ്കിലും വലിയ ഒരു അദ്ദേഹം ഈ പിന്നെ എന്താ പറയുന്നത്, ഈ SHOയ്ക്കെതിരെയുള്ള ഭീഷണി പോലീസ് ഡിപ്പാർട്ട്മെന്റ് വലിയ ഗൗരവത്തോടു കൂടിയാണ്. മാത്രം ഇതിനകത്ത് ഈ ഇയാൾ പറയുന്ന ആ ഒരു ലോജിക്ക് ഇല്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഈ മാങ്കൂട്ടത്തിന് ജാമ്യം കൊടുത്തത് പോലീസ് അല്ലല്ലോ, കോടതിയല്ലേ. അപ്പോ അതിനകത്ത് ഇതിനെ താരതമ്യപ്പെടുത്തുന്നതിനകത്ത് ഏത് കുറ്റവാളിയാണെങ്കിലും അവർക്ക് ജാമ്യം കിട്ടുമല്ലോ. അതെ. ഇപ്പോൾ അല്ലെങ്കിൽ അതുപോലെ ഇപ്പം ഏകാന്ത തടവിനൊക്കെ വിധിക്കപ്പെട്ട് കിടക്കുന്ന ആൾക്കാർക്കല്ലാതെ ബാക്കി എല്ലാ കുറ്റവാളികൾക്കും ജാമ്യം കിട്ടാൻ നമ്മുടെ നിയമത്തിൽ വകുപ്പുണ്ട്. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് ഇതുമായിട്ട് താരതമ്യപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം അർജുൻ ആയങ്കി എന്ന് പറയുന്നത് CPM-ന്റെ അറിയപ്പെടുന്ന ഒരു ഗുണ്ടയായിരുന്നു. അപ്പോൾ അയാൾക്കെതിരെ പോലീസ് അയാളെ നോട്ടപ്പുള്ളിയാണ്. വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ഭരണം മാറിയിട്ടില്ലെന്ന് തോന്നുന്നു ഇയാളെ പിടിച്ചുകൊണ്ട് പോകുന്ന സമയം. അപ്പോൾ അത് വെച്ചിട്ടാണ് അയാൾ പറയുന്നത്. അപ്പം ഈ അതിൻ്റെ പേരിൽ ആണ് ഇയാൾ ഭീഷണി മുഴക്കിയത്. ഈ യുവാക്കളെ പിടിച്ചുകൊണ്ട് പോയി അവരുടെ കല്യാണം മുടങ്ങി, അതിൻ്റെ പേരിലാണ് ഇയാൾ ഭീഷണി മുഴക്കിയത്. ആ ഭീഷണി അതിനുശേഷം ഇയാൾ VD സതീശനെ തെറി പറഞ്ഞും പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പം ഈ പോസ്റ്റിനെ പോലീസിനോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയ്ക്കോ അവഗണിക്കാൻ സാധിക്കില്ല. ഇത് ഭീഷണിയായിട്ട് കോടതി ജാമ്യം നിഷേധിച്ചപ്പോഴും, അതായത് ഹൈക്കോടതി ജാമ്യം നിഷേധിക്കുമ്പോൾ പോലും അയാൾ അതിൽ ആ ഒരു ഇതിന് കീഴടങ്ങാതെ അയാൾ വീണ്ടും ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുക. പക്ഷെ അതിനകത്തൊരു കാര്യം, ഈ ഒളിവിലിരുന്ന് പോസ്റ്റ് ഇട്ടു എന്ന് ഈ വാർത്തകളിലൊക്കെ പറയുന്നുണ്ട്. ഈ സോഷ്യൽ മീഡിയ ട്രാക്ക് ചെയ്യുന്നത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലല്ലോ സൈബർ സെല്ലിന്. അപ്പം ഇയാൾ എവിടെ നിന്നാണ് പോസ്റ്റ് ഇട്ടത് പോലീസ് ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാൽ കണ്ടുപിടിക്കാവുന്നല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അത് പോലീസിന്, എനിക്ക് തോന്നുന്നു പോലീസിന് ഇയാളെയൊക്കെ ഭയമുണ്ടെന്നു. അതായത് ഞാൻ ചുമ്മാതെ അങ്ങ് ഇത് ചെയ്യുമല്ലോ, വളരെ ആത്മവിശ്വാസത്തോടു കൂടി തട്ടിക്കളയോ എന്നുള്ള രീതിയിലാണല്ലോ ഇവർ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതൊരു പ്രശ്നമായിരിക്കുന്നത്. പക്ഷെ കോടതിയെ വരെ വെല്ലുവിളിക്കുകയാണ്. നിയമ സംവിധാനങ്ങളോട് യാതൊരു ബഹുമാനവും ഇല്ലാത്ത ആളാണ് പ്രതി എന്നുള്ളത് തന്നെ ഇയാളുടെ ജാമ്യം നിഷേധിക്കാനുള്ള ഒരു കാരണവുമായി കൂടാഴികയില്ല. ഇപ്പൊ ഈ SHO ഇവരെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്തതിനകത്തും നമുക്ക് അതിലൊരു പ്രത്യക്ഷത്തിൽ ഒരു തെറ്റ് പറയാൻ കഴിയില്ലല്ലോ. കാരണം ഇതിനെ നമ്മൾ നോക്കുമ്പോൾ അർജുനായിക്ക് 8 കേസ്, കൂട്ടത്തിലുണ്ടായിരുന്ന ആദർശിന് 10 കേസ്, പ്രണവിന് 6 കേസ്, ധനുഷിന് 2 കേസ്, അരുണിന് 13 കേസ്, ടാർസൺ 5 കേസ്. ഇത്രയധികം കേസുകളുള്ള പ്രതികൾ, ഇവർക്ക് എല്ലാവർക്കും തന്നെ വളരെയധികം ഇത്രയധികം കേസുകൾ ഇവരുടെ പേരിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവരൊരു പ്രശ്നം ഉണ്ടാക്കിയേക്കും എന്ന് മുന്നിൽ കണ്ടുകൊണ്ടാണ് അവിടെ ആ SHO അന്ന് അത്ര ഒരു നടപടി സ്വീകരിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നമ്മൾ ഒറ്റ നോട്ടത്തിൽ ഒരു തെറ്റ് എനിക്ക് കാണാൻ തോന്നുന്നില്ല അവിടെ. ഇല്ല, SHOയെ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിന് ഇത് ഒരു ക്രിമിനൽ സംഘമാണ് തമ്പടിച്ചിരിക്കുന്നത്. ഇത്രയധികം വന്നതാണെന്നുള്ളത് അവർക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ഇത് എന്ന് പറഞ്ഞാൽ അല്ലറ പാർട്ടികളൊന്നും അല്ല. ഇവർ കണ്ണൂർ ടീമാണ്. അവര് ഇവിടെ വന്ന് നിൽക്കുന്നു, ഇത്രയും പേര് വരുന്നു, അവിടെ പാട്ടും കൂത്തുമായിട്ട് ഈ ഹോസ്റ്റൽ പിന്നെ റിസോർട്ടിൽ കൂടുന്നു. എന്താണ് അപ്പോൾ ഇതിനകത്തെ പ്രശ്നം എന്ന് വെച്ചാൽ, അങ്ങനെ വന്ന സമയത്ത് അവർക്ക് പോലീസിന് സംശയമുണ്ട്. കാരണം ഇത്തരം പ്രതികളെ അവർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. അവിടെയാണ് അതിൻ്റെ പ്രശ്നമെന്നുള്ളത്. ഈ നിരീക്ഷിക്കുക എന്നുള്ളത് പോലീസിൻ്റെ ഇതാണ്. പിന്നെ ഇത്രയും ഇപ്പം ജസ്റ്റിൻ വായിച്ച കണക്കനുസരിച്ച് എല്ലാവരും ഒന്നിലധികം കേസ് ഉള്ളവരാണ്. ഇവരെ നിരീക്ഷിക്കുക എന്നുള്ളത് പോലീസിൻ്റെ ചുമതലയാണ്. അപ്പോൾ അതിനകത്ത് പോലീസ് അവരെ ഡ്യൂട്ടിയാണ് ചെയ്തത്. അപ്പോൾ അതിനെ തുടർന്ന് ഇവരുടെ ജീവിതത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞ് അവരെ ഞങ്ങൾ കാച്ചിക്കളയും എന്ന് പറഞ്ഞിട്ട് നിയമത്തിനനുസരിച്ചല്ലേ പോലീസ് പ്രവർത്തിച്ചുള്ളൂ. അല്ലാതെ ഇനി അഥവാ ഇവരെ ഒറ്റിയിട്ടുണ്ടെങ്കിൽ ഇവരുടെ പാർട്ടിക്കാർ തന്നെ ആയിരിക്കും. ഇദ്ദേഹത്തിനോട് ഈ ഏറ്റവും കൂടുതൽ കലിപ്പുള്ളത് ഇവരുടെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ആകാനാണെന്നുള്ള സാധ്യത. അതുകൊണ്ടായിരിക്കും അവർ ചെയ്തിരിക്കുന്നത്. ഈ ഹൈക്കോടതിയിലേക്ക് ഈ ജാമ്യാപേക്ഷ ചെല്ലുമ്പോൾ പോലും ഒരുപക്ഷെ ഈ ഒരു ഭീഷണി കാരണമാണ് ഈ ജാമ്യാപേക്ഷ കോടതി തള്ളാൻ തീരുമാനിച്ചിരിക്കുന്നത്. കോടതി വിധിയെയും നീതിന്യായ വ്യവസ്ഥയും പരിഹസിച്ച് കൊണ്ടാണ് ഇദ്ദേഹം വീണ്ടും പോസ്റ്റ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ല, നമ്മളത് ഓർക്കേണ്ടത്. പുതിയ പോസ്റ്റിലും ആ വെല്ലുവിളിയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതും കോടതി ചെല്ലും. ഇനിയും
അടുത്ത ഘട്ടത്തിലേക്ക് ഈ കേസ് എത്തുമ്പോഴത്തേക്കും കോടതി തീർച്ചയായും ഇതും പരിഗണിക്കുക എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അല്ല, മുഖ്യമന്ത്രി അടക്കം ചീത്ത പറഞ്ഞുകൊണ്ട് ഞാൻ അയാളുടെ ഫേസ്ബുക്ക് പേജ് എടുത്തു നോക്കി. മുഖ്യമന്ത്രി അടക്കം ചീത്ത പറഞ്ഞുകൊണ്ടാണ് അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത്. എന്താണെങ്കിലും അവർ നോക്കുമ്പോൾ അവരുടെ ഭാഗത്തൊരു ന്യായമുണ്ട്. ഈ അർജുൻ അയങ്കിയുടെ ഭാഗത്തൊരു ന്യായമുണ്ട്. പോലീസ് നോക്കുമ്പോൾ അവരുടെ ഭാഗത്ത് ന്യായമുണ്ട്. പോലീസിന്റെ ന്യായത്തിന്റെ പക്ഷത്താണ് ജനം നിൽക്കേണ്ടത്. കാരണം അർജുനായെങ്കിൽ ഒരു ന്യായം എന്ന് പറയുന്നത് അവനത് സ്വയം വരുത്തി വെച്ചതാണ്. ഇത്രയധികം ഒരു ക്രിമിനൽ കേസുകളാണ് ഇവർക്കെതിരെ എല്ലാം തന്നെയുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ നമ്മൾ മനംമാറ്റം വന്നു എന്ന് സ്വയം ഒരാൾ പറഞ്ഞതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. പിണറായി വിജയൻ ഭരിക്കുന്ന കാലത്ത് CPM വേണ്ടി ഗുണ്ടായിസം ചെയ്ത് ആണ് ഈ കേസുകൾ മുഴുവൻ വായിച്ചത്. ഇപ്പൊ CPM അവരെ തള്ളിപ്പറഞ്ഞു. ഇവര് അർജുനായെങ്കി, ആകാശ് തില്ലങ്കേരി ഇവരൊക്കെ എന്ന് പറയുന്ന CPM ഗുണ്ടകളായിരുന്നു. അവരെ എല്ലാം ഓരോരുത്തരെയായിട്ട് ഇവർ കൈവിടുകയാണ്. ഓരോ വിഷയം ഉണ്ടാകുമ്പോൾ ഇവർ കൈവിട്ടു പോകുന്നു. അതാണ് സംഭവം. എന്താണെങ്കിലും ഒരു പോലീസുകാരനെ പെൻഷൻ വാങ്ങാൻ അനുവദിക്കില്ല, ഞങ്ങൾ കാച്ചിക്കളയും എന്നുള്ള ധ്വനി വരത്തക്ക രീതിയിൽ ഭീഷണിപ്പെടുത്തിയ ശേഷം മുൻകൂർ ജാമ്യാപേക്ഷയുമായിട്ട് എന്നാൽ ഹൈക്കോടതി നൽകുമെന്നുള്ളത്, ഹൈക്കോടതി നൽകില്ല എന്നുള്ളത് നമ്മളത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമല്ലേ. ഇത്രയും ഒരു പക്ഷേ ക്രിമിനൽ ചിന്തയ്ക്ക് അപ്പുറത്തേക്ക് അത്തരത്തിലുള്ള യുക്തി കൊണ്ട് ചിന്തിച്ചിട്ടുണ്ടാവില്ല. അതായിരിക്കും യാഥാർത്ഥ്യം. അതാവാം. കാരണം എന്താണെങ്കിലും വലിയ സംഭവം തന്നെയാണ്. ഇപ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു മനുഷ്യനാണ്, അദ്ദേഹത്തിന് ഒരു കുടുംബമൊക്കെ ഉണ്ട്. ഈ പോലീസ് യൂണിഫോം ഉണ്ടെന്ന് കരുതി ആക്രമിക്കപ്പെട്ട് കൂടായികയില്ല. നമുക്കറിയാം CPM DYFIയുടെ നേതാക്കൾ ഒരു SHO തെറി വിളിക്കുന്ന കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലത്ത് നമ്മൾ കണ്ടു. അതുകൂടാണ്ട് മാളിൽ ആക്രമിക്കപ്പെട്ട പെങ്ങൾക്കൊപ്പം അവിടെ സഹോദരിക്കൊപ്പം സാധനം വാങ്ങാൻ പോയ ആളെ മാളിൽ വെച്ച് ആക്രമിക്കാൻ ശ്രമിച്ച ഒടുവിൽ അയാൾക്കെതിരെ കേസെടുക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. ഇതിനെല്ലാം വളർത്തിക്കൊണ്ട് വന്നതാരാണ്? ഇവിടുത്തെ CPM തന്നെയാണ്. എന്താണെങ്കിലും ഇത് ഈ അർജുൻ അയങ്കിയുടെ ഭീഷണിയും കോടതി നിയമ സംവിധാനങ്ങളെ മാനിക്കാതിരിക്കുകയും ചെയ്യുന്നതൊക്കെ സത്യത്തിൽ അത് ഒരു വലിയ ഒരു അരാജകത്വത്തിലേക്ക് നീങ്ങുക. മാത്രമല്ല നമ്മുടെ ഇവിടുത്തെ നിയമ സംവിധാനത്തെ പരിഹസിക്കുന്ന ഓപ്പറേഷൻ തൂഫാനൊക്കെ തുടങ്ങിയ രമേശല്ലേ, ഈ ഗുണ്ടകളെ എല്ലാം അമർച്ച ചെയ്യണം. ഇപ്പം തമിഴ്നാട്ടിലൊക്കെ വിജയ് ഒക്കെ അതിനുള്ള ഒരു നീക്കമാണ് ഇത്. ഈ ഗുണ്ടാപ്പണിയുമായിട്ട് ഇറങ്ങുന്നവരെ എല്ലാം തൂത്തുപറക്കി അറസ്റ്റ് ചെയ്യുക, ക്രമസമാധാനം വരിക. ഇപ്പൊ ഒന്ന് പറഞ്ഞ് നമ്മൾ പോകുന്ന വഴിയിൽ ഒരാളോട് ഒന്ന് സംസാരിച്ച് ഒന്ന് ഉടക്കി അടുത്ത പള്ളക്ക് പിച്ചാത്തി കയറ്റുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇത് മാറേണ്ടതായിട്ടുണ്ട്. ഓപ്പറേഷൻ തൂഫാൻ പോലെ തന്നെ ഇത്തരക്കാരെ നേരിടുന്നതിനും സർക്കാർ നടപടി സ്വീകരിക്കണം.